السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ബാബു തൗബയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം വായിക്കുന്നത്. കിതാബിലെ 22ാമത്തെ ഹദീസാണ് അടുത്തത് നമുക്ക് വായിക്കാനുള്ളത്. വഅൻ അബീ നുജൈദ് بضم النون وفتح الجيم عمران بن الحسين الخزاعي رضي الله عنهما. أبو نجيد عمران بن حسين الخزاعي رضي الله عنهما أدركنا حديثانا أن امرأة من جهينة أتت رسول الله صلى الله عليه وسلم وهي حبلى من الزنا. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വ്യഭിചരിച്ചിട്ട് ഗർഭിണിയായിക്കൊണ്ട് വരികയുണ്ടായി. വ്യഭിചാരത്തിലൂടെ ആ സ്ത്രീ ഗർഭിണിയായിട്ട് വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ. റസൂലേ, എൻ്റെ മേലെ ഹദ്ദ് നടപ്പിലാക്കേണ്ട, അല്ലെങ്കിൽ ഹദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷ, അത് നടപ്പിലാക്കേണ്ട അവസ്ഥ എൻ്റെ മേലുണ്ട്. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്ലാമിക ശരീഅത്തിൽ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അത് ഒന്നെങ്കിൽ 4 സാക്ഷികൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഖറായിനുകൾ, ഗർഭിണിയാവുക, വിവാഹിതയല്ലാത്ത ഗർഭിണിയാവുക, അതല്ല എങ്കിൽ അവർ സ്വയം സമ്മതിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ്. അവരെ വിവാഹിത ആയിട്ടുള്ളവരാണെങ്കിൽ എറിഞ്ഞുകൊല്ലണം. അപ്പോൾ ഞാൻ അങ്ങനെ വിവാഹിതയാണ്, പക്ഷെ വ്യഭിചരിച്ചിട്ടുണ്ട്, ഗർഭിണിയായിട്ടുണ്ട് എന്ന നിലയ്ക്ക് എൻ്റെ മേലെ ഹദ്ദ് നടപ്പിലാക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് അത് നടപ്പിലാക്കണം റസൂലേ എന്ന് പറഞ്ഞു. അഥവാ ഞാൻ വ്യഭിചരിച്ചു പോയി എന്ന നിലയ്ക്ക് പറഞ്ഞു. فدعا نبي الله صلى الله عليه وسلم وليها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ വലിയനെ വിളിച്ചു. അഥവാ വലിയ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള പിതാവ് ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ ആണെങ്കിൽ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, അവളോട് നല്ല രീതിയിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതിന് 2 രീതിയിൽ ഉലമാക്കൾ വിശദീകരിച്ച് കാണാം. ഒന്ന്, വ്യഭിചരിച്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബക്കാരിൽ നിന്ന് ഉപദ്രവങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകും, അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന നിലയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട്. രണ്ടാമത്തേത് അഹ്സിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തൗബ ചെയ്ത് മടങ്ങിയതാണ്. അംഗീകരിച്ച് ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തതിന്റെ അടയാളമാണ്. അപ്പൊ തൗബ ചെയ്തുകൊണ്ട് അവളോട് നല്ല രീതിയിൽ നിൽക്കണം. ഫൈദാ വഅത് ഫഅ്തിനി, അവളുടെ പ്രസവം കഴിഞ്ഞാൽ, അവളുടെ ഗർഭം കാലം കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്റെ അടുക്കിലേക്ക് വരിക, അവന്റെ അടുക്കിലേക്ക് അവളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഫഫഅല ഫഅമറ ബിഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് ചെയ്തു. പ്രസവം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ വിഷയത്തിൽ കൽപ്പിച്ചു. ഫശുദ്ദത് അലൈഹ സിയാബുഹ. ഫശുദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഞ്ഞ് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട്, ശരീരം മൊത്തം മൂടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എറിഞ്ഞു കൊല്ലുക ചെയ്യാം. അതായത് ചെറിയ കല്ലുകളുണ്ട്, വലിയ കല്ലുമല്ല, മറ്റേ ചെറുതുമല്ല, എന്നാൽ അതിന്റെ ഇടയിലുള്ള തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്. അപ്പോൾ സ്ത്രീയാണ്, അപ്പോൾ അവളുടെ ശരീരത്തിൽ വസ്ത്രം കീറിയിട്ട് ശരീരം വെളിവാകുന്ന അവസ്ഥ ഉണ്ടാകാം. അതൊന്നും ഇല്ലാതിരിക്കാൻ അത് നിലക്ക് ഔറത്തെല്ലാം കൃത്യമായി മറയുന്ന നിലക്ക് വസ്ത്രം ധരിപ്പിക്കാനും അലൈഹ സിയാബുഹ, വസ്ത്രം അങ്ങനെ ധരിക്കാൻ പറഞ്ഞു. തുമ്മ അമറ ബിഹ ഫറുജിമത്. അങ്ങനെ അവളുടെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടു, അവളെ എറിയപ്പെട്ടു. സുമ്മ സല്ല അലൈഹ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ മേൽ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ നിസ്കരിച്ച സമയത്ത് ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തുസല്ലി അലൈഹ യാ റസൂലല്ലാഹ് വഖദ് സനത്. റസൂലേ, നിങ്ങൾ ആ സ്ത്രീയുടെ മേലെ നിങ്ങൾ നിസ്കരിക്കുകയാണോ? അവൾ വ്യഭിചാരിണിയല്ലേ, വ്യഭിചരിച്ച സ്ത്രീയല്ലേ, നിങ്ങൾ നിസ്കരിക്കുകയാണോ? ലഖദ് ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബത് തൗബതൻ, അവൾ ഒരു തൗബ ചെയ്തിട്ടുണ്ട്. അവൾ ചെയ്ത തെറ്റിന് അവൾ തൗബ ചെയ്തിട്ടുണ്ട്. അഥവാ ഒരു തെറ്റിന് ഹദ്ദ് നടപ്പിലാക്കപ്പെട്ടാൽ ആ പാപത്തിനുള്ള കഫാറത്തായി തീരുമത്. അതായത് ഒരു പാപം ചെയ്തിട്ട് അതിനുള്ള ഹദ്ദ് മേൽ നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പാപത്തിനുള്ള കഫാറത്തായി തീരും.
അപ്പോ അവൾ തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസിഅത്ഹും, അവളുടെ ആ തൗബ വീതം വെച്ചിട്ട് മദീനയിലുള്ള 70 ആളുകൾക്ക് നൽകുകയാണെങ്കിൽ അവരുടെ എല്ലാ പാപത്തിന് അത് മതിയായി തീരുമെന്ന് പറഞ്ഞു. അത് അത്രയും മഹത്തരമായിട്ടുള്ള തൗബയാണ്. എന്നിട്ട് പറഞ്ഞു വഹൽ വജദ്ത അഫ്ളല മിൻ അൻ ജാദത് ബിനഫ്സിഹാ ലില്ലാഹി അസ്സ വജൽ, റവാഹു മുസ്ലിം. അവൾ സ്വന്തം അവളുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അവൾ സ്വമേധയെ വന്ന് പറയാം. ആ 4 സാക്ഷികൾ കണ്ടിട്ട് വന്ന് പറയുന്നതല്ല, സ്വമേധയെ അവൾ അംഗീകരിച്ച് വന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ അങ്ങനെ അവൾ ചെയ്തതിനേക്കാൾ അഫ്ളലായിട്ടുള്ള വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ഈ ഒരു സംഭവം പല റിവായത്തുകളിൽ ഇതിൽ കുറച്ചുകൂടി കൂടുതലായിക്കൊണ്ടുമെല്ലാം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരിയുടെ റിവായത്തിൽ കാണാം, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞ സമയത്ത്, എറിയുന്ന സമയത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ആ കല്ല് ആ സ്ത്രീയുടെ തലയിലാണ് കൊണ്ടത്. ആ തല കൊണ്ടിട്ട് തലയിൽ കൊണ്ട സമയത്ത് തലയിൽ നിന്നുള്ള രക്തം തെറിച്ച് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കുറച്ച് വീണു. ആ രക്തം വന്ന് മുഖത്ത് തെറിച്ചു. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവളെ ചീത്ത വിളിക്കുന്ന രീതിയിൽ, മോശമായെന്ന് പറയുന്ന രീതിയിൽ വാക്ക് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദേ നീ അങ്ങനെ ചെയ്യരുത്, നീ ഒന്ന് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹു ആണ് സത്യം. ലഖദ് താബത് തൗബതൻ ലഹാ ലൗ താബഹാ സാഹിബു മക്സിൻ ലഗുഫിറ ലഹു, അവൾ ചെയ്ത തൗബ, ആ തൗബ എങ്ങാനും സാഹിബ് മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗോത്രങ്ങളിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അനധികൃതമായിട്ട് ആളുകളിൽ നിന്ന് കപ്പം പിരിക്കുന്ന ആളുകൾക്കാണ് സാഹിബ് മക്സ് എന്ന് പറയാം. അനധികൃതമായിട്ട് ആളുകളിൽ നിന്ന് കപ്പം, ടാക്സ് പിരിക്കുന്നതിനാണ് മക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ കുറ്റമാണ്, വ്യഭിചാരത്തേക്കാൾ ഗൗരവമുള്ള കുറ്റമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും വെള്ള തൗബ കൊണ്ട് എന്താവും, പാപം പുറത്തു കൊടുക്കും. സുമ്മ അമറ ബിഹാ ഫസല്ല അലൈഹാ ഫദുഫിനത്, അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ മേലെ നിസ്കരിക്കുകയും ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ തൗബയുടെ ബാബിൽ തൗബയുടെ അതിമഹത്തരമായിട്ടുള്ള ഒരു ചരിത്രമാണിത്. ഇതേപോലെ തന്നെ ഇതേ ആശയത്തിലുള്ള മറ്റൊരു ചരിത്രമാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. നമ്മൾ കേട്ടിട്ടുണ്ടാവും. മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു പോയി, വിവാഹിതനാണ്, വ്യഭിചരിച്ചു പോയി. സ്വയം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കളെന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി ഇതാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ നിന്നില്ല. കാരണം അവൻ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ സ്വന്തം സഹാബിയെ എറിഞ്ഞു കൊല്ലണം. അപ്പൊ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ശ്രദ്ധിക്കാതിരുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തുഹിർനി യാ റസൂലല്ലാഹ്, റസൂലെ എന്ന് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ നോക്കിയപ്പോൾ മായിസ് മദ്യപിച്ചിട്ടില്ല. അങ്ങനെ മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു പോയൊരു തെറ്റ്, ഒരബദ്ധം. കാരണം ചില ആളുകൾ അവർക്ക് ചില ശഹ്വത്തുകൾ കൂടുതലായിരിക്കും, അവർക്ക് ചില സമയത്ത് പിടിച്ചു നിർത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ പാപത്തിൽ വീഴ്ന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം, അതിനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പക്ഷേ ആ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അത് തൗബ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, ഹജ്ജ് നടപ്പിലാക്കുന്ന അവസ്ഥയുണ്ട്. അവർക്ക് അതല്ലാതെയും അത് മറച്ചു വെച്ചുകൊണ്ട് രഹസ്യമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാമായിരുന്നു. പക്ഷേ അപ്പൊ സംശയമാണ്. എന്താ സംശയം? അള്ളാഹു പുറത്ത് കിട്ടുമില്ല, അള്ളാഹുവിന്റെ മശീയത്തിന്റെ കീഴിലാണുള്ളത്. പുറത്ത് കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് എന്തായാലും അവസ്ഥ. പക്ഷേ ഹജ്ജ് നടപ്പിലാക്കപ്പെട്ടാൽ എന്തായി? പാപത്തിന് കഫാറത്താണ്, എന്തായാലും അത് ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് ഈ സഹാബി ആവട്ടെ, സഹാബി വനിതയാവട്ടെ, ഇവരെല്ലാവരും ശിക്ഷ ചോദിച്ചു വാങ്ങുന്നത്. അപ്പൊ വലിയ തൗബയാണ്. സ്വന്തം മരണം, അതും ചെറിയ മരണമല്ല, ശരീരത്തിൽ മൊത്തം കല്ലുകൾ എറിഞ്ഞുകൊണ്ട് രക്തം ചീന്തി വാർന്നൊലിച്ച് മരിക്കുന്ന ആ ഒരു അവസ്ഥ സ്വയം ചോദിച്ചു വാങ്ങാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, കുറവുകൾ, അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മടങ്ങാനായിട്ടുള്ള മാതൃക. അടുത്ത ഹദീസ്, وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال, ابن عباس رضي الله عنه ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لو أن لابن آدم واديا من ذهب أحب أن يكون له واديان, ആദം സന്തതിക്ക്, മനുഷ്യന് സ്വർഗത്തിന്റെ ഒരു സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ട് എന്ന് വിചാരിക്കുക. അവൻ വീണ്ടും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതുപോലെ 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കും. ഒരു ആദം സന്തതിയുടെ, മനുഷ്യന്റെ വായി മണ്ണല്ലാതെ നിറക്കില്ല. അഥവാ അവൻ ഖബറിൽ വെച്ച് ഖബറിലെ മണ്ണല്ലാതെ അവന്റെ വായി നിറക്കുകയില്ല. വയതൂബുല്ലാഹു അലാ മൻ താബ,
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ഉദ്ദേശിക്കുന്നവരുടെ തൗബ സ്വീകരിക്കുന്നു. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസിൽ ഒന്നാമത്തെ ഭാഗം ആദം സന്തതി അഥവാ മനുഷ്യന്റെ ആർത്തിയാണ്, ദുനിയാവിനോടുള്ള ആർത്തിയാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് ഇത്ര ഒരു കാര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ആവശ്യം പൂർത്തിയാകും എന്നാണ്. പക്ഷെ മനുഷ്യൻ ഒരിക്കലും അവസാനിക്കൂല. മനുഷ്യന് അവന്റെ ഒരു കാര്യത്തിന് അവന്റെ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം വരും. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ വെറുതെ ഇരിക്കുക വിചാരിക്കുക, നമുക്ക് വെറുതെ കൃത്യമായിട്ടൊരു വരുമാനം അതനുസരിച്ച് ജീവിതം പോകണമെന്ന് വിചാരിക്കുക. പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് വലിയൊരു സംഖ്യ കിട്ടുകയാണ്. പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ എന്താണോ സംഖ്യ അത് കിട്ടുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ ആവശ്യം കൂടുക ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന കാര്യം കൂടി നടത്താമായിരുന്നു എന്ന നിലക്ക് ആവശ്യം കൂടുക എന്നല്ലാതെ നമുക്ക് മതിയാകുന്നൊരവസ്ഥ മനുഷ്യനുണ്ടാകില്ല. മനുഷ്യന്റെ വയറ് നിറയണമെങ്കിൽ അത് എന്തുകൊണ്ട് എന്നറിയുള്ളൂ? മരിച്ച് മണ്ണ് കൊണ്ട് മാത്രമേ നിറയുകയുള്ളൂ എന്ന് പറയാൻ അല്ലാഹു തആല കാരുണ്യം ചൊരിഞ്ഞവരൊഴികെ. അതാണ് അവസാനം പറഞ്ഞത്, വയതൂബുല്ലാഹു അലാ മൻ താബ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹു തആല തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുന്നു. തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുന്നു അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال باب التوبة إلى അവസാനത്തെ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഹഖു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ റജുലൈൻ. രണ്ട് ആളുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നു. യഖ്തുലു അഹദുഹുമാ അൽ ആഖർ. അതിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണ്, വധിക്കുകയാണ്. യദ്ഖുലാനിൽ ജന്ന. ആ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. ഒരാൾ മറ്റൊരാളെ വധിക്കുന്നു, ആ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. യുഖാതിലു ഹാദാ ഫീ സബീലില്ലാഹ് ഫയുഖ്തൽ. അതിൽ ഒന്നാമത്തെ ആള് എന്താണ് മരിക്കാനുള്ള കാരണം എന്താണ്? അയാളെ മറ്റേയാൾ കൊല്ലുകയാണ്, ഒരു യുദ്ധത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിൽ കൊല്ലുകയാണ്, അയാൾ കൊല്ലപ്പെടുകയാണ്. ثم يتوب الله على القاتل فيسلم فيستشهد. രണ്ടാമത്തെ കൊന്ന ആള്, കൊലപാതകി, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അയാൾ വേറെ യുദ്ധത്തിൽ എന്താവുകയാണ്? ഷഹീദായി കൊല്ലപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ രണ്ടാളുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ഹദീസിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽ, വിശേഷണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സിഫത്താണ് അല്ലാഹു ചിരിക്കും എന്നുള്ളത്. അള്ളാഹുവിന്റെ ജലാലത്തിനും അള്ളാഹുവിന്റെ അളമത്തിനും യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും എന്നുള്ളത്. വേറെ പല സംഭവങ്ങളിലും പല ഹദീസുകളിലും അള്ളാഹു തആല ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. രാത്രിയിൽ തന്റെ സൗന്ദര്യമുള്ള കുലീനതയുള്ള ഭാര്യയിൽ നിന്ന്, നല്ല പതുപതുത്ത മെത്തയിൽ നിന്ന് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന അടിമയെ നോക്കി അള്ളാഹു ചിരിക്കും എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ജിഹാദിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്വഫിൽ നിൽക്കുന്ന അടിമയെ നോക്കി അള്ളാഹു ചിരിക്കും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും അള്ളാഹു ചിരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള വിശേഷണമാണ്. രണ്ടാമത്തെ കാര്യം ഇതിൽ വന്നിട്ടുള്ളത് എത്ര വലിയ തെറ്റാണെങ്കിലും, കൊലപാതകം എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. എന്നാൽ പോലും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ, അഥവാ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടും. അങ്ങനെ മുസ്ലിം ആകുന്നതിലൂടെ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, അതിൽ ഷഹീദായി കൊല്ലപ്പെടുന്നതിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ എത്ര വലിയ പാപമാണെങ്കിലും തൗബയുടെ കവാടം തുറന്നു തന്നെയുണ്ട്. നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എത്ര പാപം എണ്ണത്തിൽ വലുതായാലും പാപത്തിന്റെ കോലത്തിൽ വലുതായാലും ഒരിക്കലും തൗബ ചെയ്യാൻ നമുക്കൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളെ, എങ്ങനെയുള്ള അടിമകളെയാണ് അല്ലാഹു വിളിക്കുന്നത്? സ്വന്തത്തിനോട് അക്രമം ചെയ്തിട്ടുള്ള, സ്വന്തത്തിനോട് അതിര് കവിഞ്ഞിട്ടുള്ള അടിമകളെ. ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നതാണ്. അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്നുള്ളത്. ബാബു തൗബ അവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബാബ് ഇമാം നവവി റഹിമഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീനിൽ കൊടുക്കുന്നത് ബാബു സ്വബർ, ക്ഷമയുടെ ബാബാണ്. അസ്വബർ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അസ്വബർ എന്നുള്ളത്. ആദ്യം ചില ആയത്തുകൾ, എല്ലാ ബാബുകൾ പോലെയും ഓരോ ബാബിന്റെ തലക്കെട്ടിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ഇമാം നവവി റഹിമഹുല്ലാഹ് കൊടുക്കാറുണ്ട്. ഈ ബാബു സ്വബറിലും ചില ആയത്തുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് കൊടുക്കുന്നത് സൂറത്ത് ആലി ഇമ്രാനിലെ 200-ാമത്തെ ആയത്താണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ
വറാബിതു ആയത്ത് ഉണ്ട്. നമ്മുടെ ഭാഗം ഉസ്ബിറു വസ്വാബിറു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ് ഉസ്ബിറു വസ്വാബിറു. ഉസ്ബിറു നിങ്ങൾ ക്ഷമയുള്ളവരാവുക, വസ്വാബിറു ആ ക്ഷമയിൽ മുന്തി നിൽക്കുന്ന തുടർന്ന് നിൽക്കുന്ന ആളുകളാവുക എന്നുള്ളത്. ഇവിടെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നതിന് മുമ്പ് സ്വബർ എന്നുള്ളതിന്റെ തഅരീഫ് ഉലമാക്കൾ പറഞ്ഞത് ഹബ്സുൻ നഫ്സി അലൽ മകാരിഹ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് കുറച്ച് ഞെരുക്കമൊക്കെ സഹിച്ച് നഫ്സിനെ പിടിച്ചു നിർത്തുന്നതിനാണ് സ്വബർ എന്ന് പറയുന്നത്. അഥവാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ പിടിച്ചു നിർത്തുന്നതിനാണ് എന്ത് പറയുന്നത്, സ്വബർ എന്ന് പറയുന്നത്. അത് 3 തരത്തിലുണ്ടാകും. സ്വബറുൻ അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള സ്വബർ. ഇപ്പോ നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ, രാത്രി നിസ്കരിക്കാൻ, സുന്നത്തായ നോമ്പ് നോൽക്കാൻ, അല്ലെങ്കിൽ ഫർളായ നോമ്പ് നോൽക്കാൻ, അങ്ങനെ തുടങ്ങി ഏതൊരു സൽക്കർമ്മമാവട്ടെ അതെല്ലാം ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് ഒരു സ്വബറാണ്. അതാണ് അനുസരണത്തിലുള്ള സ്വബർ. രണ്ടാമത്തേത് വസ്വബറുൻ അൻ മഹാരിമില്ലാ, അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളുടെ ക്ഷമ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, അത് കാണുന്നതോ കേൾക്കുന്നതോ ഭക്ഷിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമുള്ളതായിരിക്കും. ചിലപ്പോൾ ഫജ്റിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ നമുക്ക് നല്ല ഇഷ്ടമുണ്ടായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അവിടെ ആ ബുദ്ധിമുട്ടുകളെ സഹിച്ചുകൊണ്ട് ആ കർമ്മം ഒഴിവാക്കുക, അഥവാ തെറ്റൊഴിവാക്കുക, അനുസരണം ചെയ്യുക. അതാണ് സ്വബറുൻ അൻ മഹാരിമില്ല എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തേത് വസ്വബറുൻ അലാ ഖദാരില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ വിധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മേലെ പല കാര്യങ്ങൾ വിധിക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാം, മറ്റുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ അള്ളാഹു തആല വിധിക്കുന്ന കാര്യങ്ങൾ ക്ഷമിക്കുക. ഇത് 3 സ്വബറിന്റെ 3 ഇനങ്ങൾ. എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് സ്വാബിറു എന്നുള്ളതാണ്. ഇസ്ബിറു ക്ഷമിക്കുക, ഈ 3 തരത്തിൽ ക്ഷമിക്കുക. രണ്ടാമത്തേത് പറഞ്ഞത് സ്വാബിറു ക്ഷമയിൽ മുന്തി നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ക്ഷമയിൽ തുടർന്ന് മുന്തി നിൽക്കുക. അതിന്റെ താരീഫ് ഉലമാക്കൾ വിശദീകരിച്ച് കാണാം. ഗാലിബു അൽ കുഫാറ ബിസ്സബ്രി, കുഫാറുകളെക്കാൾ ക്ഷമയുള്ള ആളുകളായി നിങ്ങൾ മാറണം. മുഅ്മിനീങ്ങളോട് പറയാണ്, കുഫാറുകളെക്കാൾ ക്ഷമയുള്ള ആളുകളായിട്ട് അവരെ ക്ഷമയിൽ നിങ്ങൾ മറികടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം. ഫലാ യകൂനു അശദ്ദ സ്വബ്റൻ മിൻകും, ഒരിക്കലും കുഫാറുകൾ കാഫിരീങ്ങൾ നിങ്ങളെക്കാൾ ക്ഷമയുള്ള ആളുകളായി തീരാൻ പാടില്ല. കാഫിരീങ്ങൾ നിങ്ങളെക്കാൾ ക്ഷമയുള്ള ആളുകളായി തീരാൻ പാടില്ല. ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്കും ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും, അവർക്കും നഷ്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസം എന്താ? അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട്? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാനുണ്ട്. ഒരു നഷ്ടത്തിന്റെ പേരിൽ, ഒരു രോഗത്തിന്റെ പേരിൽ, ഒരു ബുദ്ധിമുട്ടിന്റെ പേരിൽ, ഒരു ഞെരുക്കത്തിന്റെ പേരിൽ പ്രതീക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് അവരെക്കാൾ സ്വബറുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം എന്നാണ് സ്വാബിറു എന്നതിന്റെ അർത്ഥം. പിന്നെ അതിന്റെ തുടർന്ന് റാബിത്തു എന്നെല്ലാം ഉണ്ട്. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടിട്ടില്ല. റാബിത്തു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അവസ്ഥക്ക് റാബിത്ത് എന്ന് പറയും. അതുപോലെ തന്നെ മുസ്ലിമുകൾക്ക് കാവൽ നിൽക്കുന്നതിന് പറയും, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പറയും. ഏതൊരു നന്മക്കും ഒരുങ്ങി നിൽക്കുന്നതിന് റാബിത്തു റിബാത്ത് എന്ന് പറയാറുണ്ട്. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്താണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഇത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഏറ്റവും അധികം ബന്ധിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ആയത്താണ്. അല്ലാഹു തആല പറയാണ്, നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ. ചിലപ്പോൾ ചില ഭയപ്പാട് കൊണ്ട്, ഭയമുണ്ടാകുന്ന അവസ്ഥയെ കൊണ്ട്, പട്ടിണി വിഭവങ്ങളൊന്നും ഇല്ലാത്ത ലഭിക്കാത്ത അവസ്ഥയിൽ, വനഖ്സ് മിനൽ അംവാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, വൽ അൻഫുസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട്, വസ്സമറാത്ത് മറ്റുള്ള കായ്ക്കനികൾ വിഭവങ്ങളുടെ കുറവ് കൊണ്ട് എല്ലാം പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, അവിടെ ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അള്ളാഹു അറിയിക്കാം. അപ്പൊ സ്വബറിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മറ്റൊരായത്ത് സൂറത്തു സുമറിലെ 10-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിൻ, സ്വബർ കാണിക്കുന്ന ആളുകൾക്ക്, ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം നൽകപ്പെടും. ബിഗൈരി ഹിസാബിൻ, കണക്കില്ലാതെ നൽകപ്പെടും. മറ്റുള്ള ഏതൊരു ഇബാദത്ത് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി, 27 ഇരട്ടി, 700 ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലമായിട്ട് പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കും.
പക്ഷേ ക്ഷമ എന്നുള്ളത് എല്ലാ അമലിന്റെയും അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആരെങ്കിലും മുന്നിടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കണക്കില്ലാതെ, അവർക്കൊരു അളവ് വെക്കാതെ തന്നെ പ്രതിഫലം ലഭിക്കുന്നതാണ്. സൂറത്ത് ശൂറയിലെ 43-ാമത്തെ ആയത്തിൽ കാണാം, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരാണോ ക്ഷമിക്കുന്നത്, ആരാണോ പുറത്തു കൊടുക്കുന്നത്, അത് ദൃഢമായി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അഥവാ തന്നോട് ദുൽമ ചെയ്ത ആളുടെ മേലെ, അഥവാ നമ്മളോട് ഒരാൾ ദുൽമ ചെയ്തു കഴിഞ്ഞാൽ 3 തരത്തിൽ തിരിച്ച് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഒന്ന്, ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ അമിതമായി അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത്, അത് തിരിച്ചു ദുൽമ ചെയ്യലാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. 2, ഇങ്ങോട്ട് ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത്, അത് എന്താണ്, അവനുള്ള അവകാശമാണ്, അവനുള്ള ഹക്കാണ്. 3-ാമത്തേത് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത്, അവന് ക്ഷമിച്ച് പുറത്തു കൊടുക്കുക എന്നുള്ളത്, അത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. പരലോകത്ത് അവന് പ്രതിഫലം ലഭിക്കുന്ന മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖാല തആല ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക, ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും. എന്താണ് ക്ഷമ കൊണ്ട് സഹായം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഹറാമുകൾ ഒഴിവാക്കുന്നിടത്ത് ക്ഷമിച്ചുകൊണ്ടും നിർബന്ധ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ക്ഷമയോടുകൂടി ഉറച്ചു നിന്നുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. അതുപോലെ തന്നെ നിസ്കാരം കൊണ്ടും. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരുടെ ഒപ്പമുണ്ട്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, ഖാസായിട്ടുള്ള മഅയ്യത്ത്, മുഖയ്യദത്തും ബിൽ വസ്ഫ്. അള്ളാഹുവിന്റെ മഅയ്യത്ത് 2 തരത്തിലുണ്ടാകും, ആമായതും ഉണ്ടാകും, ഖാസായതും ഉണ്ടാകും. ആമായത് എന്ന് പറഞ്ഞാൽ കാഫിറിനും മുഅ്മിനും ബർറിനും ഫാജിറിനും എല്ലാവരുടെ ഒപ്പം അള്ളാഹ് ഉണ്ടാവും, കേട്ടും കണ്ടും അറിഞ്ഞെല്ലാം. ഖാസായത് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോടൊപ്പം ഉള്ളത്. ആ മുഅ്മിനീങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിന് 2 തരത്തിലാണ്, മുഖയ്യദത്തും ബിൽ വസ്ഫ്, മുഖയ്യദത്തും ബിശ്ശഖ്സ്. ചില വിശേഷണങ്ങൾ കൊണ്ട് ബന്ധപ്പെട്ടത്. ചില വിശേഷണങ്ങൾ ആരിലാണോ ഉണ്ടാകുന്നത് അവരോടൊപ്പം അല്ലാഹു തആല പ്രത്യേകം ഉണ്ടാകും. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ മുഹ്സിനീൻ, അതുപോലെ തന്നെ മഅത്തവ്വാബീൻ അസ്സാബിരീൻ, അങ്ങനെ ചില വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ വിശേഷണമുള്ളവരോടൊപ്പം അല്ലാഹു തആല ഉണ്ടാകും, സഹായം കൊണ്ടും അല്ലാഹുവിനെ പിന്താങ്ങൽ കൊണ്ടെല്ലാം. 2-ാമത്തേത് മുഖയ്യദത്തും ബിശ്ശഖ്സ്, ചില വ്യക്തികളുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളോടൊപ്പം പ്രത്യേകം അവരെ സഹായിക്കാനായി പിന്താങ്ങാനായിട്ടുണ്ടാകും. നബിമാരോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, മറ്റു പല ആളുകളോടൊപ്പം അല്ലാഹു തആല അവരെ പിന്താങ്ങിക്കൊണ്ടുണ്ടാകും. ഇവിടെ പറയുന്നത് മഅസ് സ്വാബിരീൻ, സ്വബർ എന്ന വസ്ഫ് വിശേഷണം ആരിലാണോ ഉള്ളത് അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അഥവാ അവരെ സഹായിച്ചുകൊണ്ടും പിന്താങ്ങിക്കൊണ്ടും അവരെ ഉറച്ചു നിർത്തിച്ചുകൊണ്ടും. സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാരാണ് എന്നറിയാൻ വേണ്ടി. അഥവാ അല്ലാഹു തആല സിദ്ഖുള്ളവരെയും കദിബുള്ളവരെയും വേർതിരിക്കുന്നവരെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കും. ഇപ്പൊ എനിക്കാകട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാകട്ടെ, നിങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ തൗഹീദ്, ഇത് സത്യസന്ധമാണോ അല്ല കപടമായതാണോ എന്നറിയാൻ വേണ്ടി മരണം വരെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പരീക്ഷിക്കും. അതിൽ അള്ളാഹുവിനെ അറിയേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ജിഹാദ് ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളതാണ്. ജിഹാദ് പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സ്, സ്വന്തത്തിനോടുള്ള ജിഹാദ്, സ്വന്തത്തിന്റെ ഇച്ഛകൾക്കെതിരെയുള്ള ജിഹാദ്. 2-ാമത്തേത് ജിഹാദു ഷൈത്താൻ, ഷൈത്താനോടുള്ള ജിഹാദ്. 3-ാമത്തേത് ജിഹാദു അഇമ്മത്തി ളലാൽ വൽ ബിദ്അ, ബിദ്അത്തിന്റെയും വലാലത്തിന്റെയും ആളുകളോടുള്ള ജിഹാദ്. 4-ാമത്തേത് ജിഹാദുൽ മുനാഫിഖീന വൽ കുഫാർ, മുനാഫിഖീങ്ങളോടും കുഫാറുകളോടുമുള്ള ജിഹാദ്. ഈ 4 തരത്തിൽ ജിഹാദുണ്ട്. ഇതിൽ ഈ 4ഉം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആരാണ് സ്വന്തത്തിനോടും പിശാചിനോടും പിന്നെ വലാലത്തുകളോടും കുഫാറുകളോടും സാഹചര്യം സന്ദർഭവും ഉണ്ടെങ്കിൽ ജിഹാദ് ചെയ്യുന്നത് എന്നറിയാനാണ് അല്ലാഹു തആല. അള്ളാഹുവിനത് അറിയണം ആരാണ്. അപ്പൊ സ്വന്തത്തിനോടുള്ള ജിഹാദും ശൈത്താനോടുള്ള ജിഹാദും എപ്പോഴും ഉണ്ടാകും. വലാലത്തിനുള്ള ജിഹാദ് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ഒക്കെ ചെയ്യേണ്ടതാണ്. കുഫാറുകളോട് ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ എപ്പോഴും സ്ഥിരമായിട്ട് എല്ലാവരുടെ മേലെ ഉണ്ടാവണം എന്താണ്?
സ്വന്തം നഫ്സിനോടുള്ളതും ശൈത്താനോടുള്ള ജിഹാദാണ്. അല്ലാഹു തആലക്ക് അതറിയണം. അല്ലാഹു തആല അതിലെ പരീക്ഷണം ഉണ്ടാകും. മിൻകും വസ്സാബിരീൻ, രണ്ടാമത്തേത് പറഞ്ഞത് നിങ്ങളിൽ ആരാണ് ക്ഷമയുള്ളവർ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരും പാപങ്ങൾ ഒഴിവാക്കുന്നവരും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നവരും ക്ഷമിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്, വൽ ആയാതു ഫിൽ അംരി ബിസ്സബ്ർ വബയാനി ഫദ്ലിഹി കസീറത്തുൻ മഅറൂഫത്തുൻ. ഈ സബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബർ കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ, അതുപോലെ അതിന്റെ ഫദ്ലിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ധാരാളം വന്നിട്ടുണ്ട്, അറിയപ്പെട്ട ധാരാളം ആയത്തുകളുണ്ട്. ഖീല, എന്നിട്ട് പറഞ്ഞു, ഇന്ന സബ്റ ദുകിറ ഫീ മിഅതി മൗദിഇൻ മിനൽ ഖുർആൻ, ഖുർആനിൽ 100ഓളം സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ സബറിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇനി ബാബിലെ ഹദീസുകളാണ്. ആദ്യത്തെ ഹദീസ് അല്പം വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഹദീസാണ്. എന്നാൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഊന്നിയിട്ട് വളരെ വേഗത്തിൽ പറയാം. وعن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال, അബു മാലിക് ഹാരിസ് ഇബ്നു ആസിം അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ, തുഹൂർ എന്നുള്ളത്, ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതിയാണ്. ഈ ശുദ്ധി എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ തന്നെ ഈമാൻ എന്നുള്ളത് രണ്ട് രീതിയിൽ എടുക്കാം. ലാഹിറായിട്ടുള്ള ശുദ്ധിയുമുണ്ട്, ബാത്തിനായിട്ടുള്ള ശുദ്ധിയുമുണ്ട്. ബാഹിറായ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി, അല്ലെങ്കിൽ എല്ലാത്തിലുള്ള നജ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്ന അവസ്ഥ. ബാത്തിനായത് പറഞ്ഞാൽ ഷിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും ശുദ്ധിയാകുന്ന അവസ്ഥ. അതാണ് ബാത്തിനായിട്ടുള്ള ശുദ്ധി. അതല്ലാതെ ഈ ഹദീസിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, ഇവിടെ ഉദ്ദേശിക്കുന്ന അത്തുഹൂർ എന്നുള്ളത് വുദൂഇനെ സംബന്ധിച്ചും അൽ ഈമാൻ എന്നുള്ളത് നിസ്കാരത്തെ സംബന്ധിച്ചുമാണ് എന്നുള്ളതാണ്. ഇവിടെ അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്നുള്ളതിന്റെ അർത്ഥം അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അൽ വുദൂ ശത്രുസ്വല, വുദൂ എന്നുള്ളത് നിസ്കാരത്തിന്റെ പകുതിയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഈമാൻ എന്നുള്ളതിനെ, നിസ്കാരത്തെ ഈമാൻ എന്നുള്ള പേരിൽ അല്ലാഹു തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുളയ്യു ഈമാനക്കും, അതിനായത്ത് ഓർമ്മ. അതായത് ഖിബ്ല മാറ്റം നടന്നതിന് ശേഷം കഅബയിലേക്ക് ഖിബ്ല മാറിയപ്പോൾ ചില ആളുകൾക്ക് ദുഃഖമുണ്ടായി. കാരണം കഴിഞ്ഞുപോയ, ഞങ്ങളിൽ നിന്ന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് മാത്രമേ തിരിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ, അവരുടെ നിസ്കാരമൊക്കെ പാഴായി പോകുമോ എന്നുള്ള വിഷമം ഉണ്ടായപ്പോൾ നിങ്ങൾ ഈമാൻ പാഴാക്കുകയില്ല അല്ലാഹു തആല എന്ന് പറഞ്ഞ് ആയത്തിറക്കിയതാണ്. അവർ ഈമാൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളുടെ നിസ്കാരം പാഴായി പോവുകയില്ല. ഹദീസിലും നിസ്കാരത്തെ ഈമാൻ എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥമാണ് ഇതിനുള്ളത് എന്ന് അധിക പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാം. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന വാക്കാണ് അൽഹംദുലില്ലാ. ഹംദ് എന്നുള്ളതിന്റെ തഅരീഫ് അസ്സനാഉ മഅൽ ഹുബ്, ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിന്. ഇപ്പോൾ ഒരാളെ നമുക്ക് ഇഷ്ടത്തോടുകൂടി പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഉണ്ട് എന്ന് അംഗീകരിച്ച് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കാണ് അൽഹംദുലില്ലാ. തംലഉൽ മീസാൻ, അത് മീസാനിനെ നിറക്കുന്നതാണ്. പരലോകത്ത് മീസാൻ ഉണ്ടാകും. ഓരോ അടിമകളുടെയും കർമ്മങ്ങളോ അല്ലെങ്കിൽ അടിമകളെ തന്നെയോ അല്ലെങ്കിൽ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടിനെയോ, 3 തരത്തിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അത് തൂക്കപ്പെടുന്ന മീസാൻ ഉണ്ടാകും. ആ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന അല്ലെങ്കിൽ അതിനെ നിറക്കുന്ന ഒരു കാര്യമാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ ബൈന السماوات والارض. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്ന ഒറ്റ വാക്ക്, ഒറ്റ ആ കലിമത്ത്, അത് ആകാശഭൂമികളോളം നിറയുന്നതാണ്. അതായത് അൽഹംദുലില്ലാഹ് എന്ന വാക്കിന്റെ മാത്രം, ഹംദിന്റെ മാത്രം മഹത്വമുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ എന്നുള്ള സ്ഥാനത്തും അൽഹംദുലില്ലാഹ് എന്നുള്ളത് ഇല്ലല്ലാഹ് എന്നുള്ള സ്ഥാനത്തും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ, കുറവുകളുണ്ടോ, ആരോപണങ്ങളുണ്ടോ, ആക്ഷേപങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. ലാ ഇലാഹ, ഒരു പങ്കുകാരുമില്ലാത്ത ഇലാ ഇലാഹ എന്നുള്ള ആശയത്തെ അറിയിക്കുന്നു. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലയാണ് ആ സ്ഥാനത്ത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ, നാമങ്ങളുണ്ടോ, ഗുണങ്ങളുണ്ടോ, അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്.
അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് എല്ലാ സൃഷ്ടികളുടെയും അള്ളാഹുവിനുള്ള തസ്ബീഹാണ്. മലക്കുകൾ ആകാശ ലോകത്ത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് ഏത് വാക്കുകൊണ്ടാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ചെടികളും മത്സ്യങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും കല്ലുകളും പാറകളും പർവ്വതങ്ങളും മണ്ണും ആകാശവും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഏത് വാക്കുകൊണ്ടാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. ഒരു മനുഷ്യന് ദുനിയാവിലും അവന്റെ ഖൽബിലും അവന്റെ മുഖത്തും അവന്റെ ഖബറിലും പരലോകത്തുമെല്ലാം പ്രകാശമേകുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. വസ്സദഖത്തു ബുർഹാനുൻ, സ്വതക്ക എന്നുള്ളത് ബുർഹാൻ എന്ന് പറഞ്ഞ വ്യക്തമായ തെളിവാണ് എന്നുള്ളത്. എന്തിനുള്ള തെളിവ്? ഈമാനിനുള്ള തെളിവാണ്. കാരണം അവന്റെ സമ്പത്തിൽ നിന്ന്, അവന്റെ കയ്യിലുള്ള അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ കൊടുക്കുമ്പോൾ അവന്റെ ഈമാനിന്റെ ഒരു തെളിവാണത്. കാരണം ഈ നൽകുന്നതിന് പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകും, ഇതെനിക്കൊരു നഷ്ടമല്ല, ഇതെന്റെ സമ്പത്തിൽ കുറവ് വരുത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യം, ആ ഈമാനിനുള്ള തെളിവാണ് ഒരാൾ സ്വതക്ക കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അസ്വദഖത്തു ബുർഹാൻ എന്ന് പറഞ്ഞത്. വസ്സബ്റു ദിയാഉൻ, ക്ഷമ എന്നുള്ളത് ഒരു വെളിച്ചമാണ്. ക്ഷമ എന്നുള്ളത് വെളിച്ചമാണ്. എന്താ നൂറും ദിയാഉം തമ്മിലുള്ള വ്യത്യാസം? നൂറ് പ്രകാശമാണ്, ദിയാ വെളിച്ചമാണ്. മലയാളത്തിൽ പറയുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് തമ്മിലുള്ള വ്യത്യാസം, നൂറ് എന്നുള്ളത് ചൂടോട് കൂടി ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല. ഇപ്പോ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടാകും, അതിന് ചൂടുണ്ടാവുമോ? ഇല്ല. എന്നാൽ ചൂടോട് കൂടിയിട്ടുള്ള പ്രകാശത്തിന് അതിനാണ് ദിയാ എന്ന് പറയുക. ഇപ്പൊ സൂര്യനിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിന് ചൂടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീയിൽ നിന്നുള്ളതിന് എന്തുണ്ടാകും? ചൂടുണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്? ദിയാ എന്ന് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നൂർ എന്ന് പറഞ്ഞു, സബറിനെ പറ്റിയപ്പോൾ ദിയാ എന്ന് പറഞ്ഞു. കാരണം ക്ഷമിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് ദിയാ, ആ വെളിച്ചം ഉണ്ടാകാൻ കുറച്ച് ചൂട് സഹിക്കേണ്ടി വരും. ദിയാന്റെ പ്രകാശം കിട്ടണമെങ്കിൽ എന്തുണ്ടാവും? കുറച്ച് ചൂട് സഹിക്കേണ്ടി വരും. അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടുള്ള എഴുതുന്ന നന്മയാണ് അസ്വബുർ എന്നുള്ളത്. അതുകൊണ്ടാണ് അസ്വബുറു ദിയാഉൻ എന്ന് പറയാനുള്ള കാരണം. അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. വൽ ഖുർആന ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, ഖുർആൻ എന്നുള്ളത് ഒന്നെങ്കിൽ നിനക്കൊരു തെളിവാണ്, ആ ഖുർആൻ അനുസരിച്ച് നീ ജീവിച്ചു, അത് പഠിച്ചു, അതിന്റെ കൽപ്പനകൾ അനുസരിച്ചു, വിരോധങ്ങൾ ഒഴിവാക്കിയ നിലക്ക് നിനക്കൊരു തെളിവാണ്. അതല്ല എങ്കിൽ ഔ അലൈക്, നാളെ നിനക്കെതിരെ ഒരു തെളിവായിരിക്കും. ഇത് ഖുർആൻ എന്നുള്ള പദം ഹദീസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ശർഈയായ ഇൽമും അതിൽ ഉൾക്കൊണ്ടു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ഈ നിലക്ക് ഇൽമിന്റെ ഫദ്ലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത കാര്യങ്ങളുടെ ഫദ്ലുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീഅത്തിന്റെ എല്ലാ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീഅത്തിന്റെ എന്തെങ്കിലും ഇൽമു നമുക്കുണ്ട് എങ്കിൽ അതൊന്നെങ്കിൽ നമുക്ക് ഹുജ്ജത്താണ്, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ. അതല്ല എങ്കിൽ അത് നമുക്കെതിരെയുള്ള ഹുജ്ജത്തായിരിക്കും. നീ ഇതറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് ചെയ്തില്ല, നീ ഇതറിഞ്ഞിട്ടും നീ ഇതനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചില്ല എന്ന് നമുക്കെതിരെയുള്ള തെളിവായിരിക്കും. കുല്ലുന്നാസി യഗ്ദു, എല്ലാ മനുഷ്യരും അവർ രാവിലെ പുറപ്പെടുന്നു, അവർ ഓരോ ദിവസവും രാവിലെ ആരംഭിക്കുന്നു. ഫബാഇഉൻ നഫ്സഹു, അവനവന്റെ സ്വന്തത്തെ കച്ചവടം ചെയ്തുകൊണ്ടാണ്. അഥവാ അവന്റെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഓരോ ദിവസവും രാവിലെ അവന്റെ ജീവിതം തുടങ്ങുന്നത്. ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ, ആ സ്വന്തത്തെ നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒഴിവാക്കിയെടുക്കുന്ന ആളുകളുമുണ്ട്, ആ നശിപ്പിച്ചു കളയുന്ന നാശത്തിലേക്ക് കൊണ്ടുപോയിടുന്ന ആളുകളുമുണ്ട്. അഥവാ ഓരോ ദിവസത്തിലും അവന്റെ ജീവിതം തുടങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് നിഷേധിച്ച് ജീവിച്ച് നാശത്തിലായി തീരുന്നവരുമുണ്ട് എന്നുള്ളത്. ഈ ഹദീസ് ജാമിയായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസാണ്. തുഹൂർ, ശുദ്ധിയുമായി ബന്ധപ്പെട്ടാവട്ടെ, ഈമാനുമായി ബന്ധപ്പെട്ടാവട്ടെ, വുദൂവുമായി ബന്ധപ്പെട്ടാവട്ടെ, നിസ്കാരവുമായി ബന്ധപ്പെട്ടാവട്ടെ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നതിന്റെ ആശയങ്ങൾ, നിസ്കാരത്തിന്റെ മഹത്വം, സ്വതക്കയുടെ മഹത്വം, സ്വബറിന്റെ മഹത്വം, ഖുർആനിന്റെയും ഇൽമിന്റെയും മഹത്വം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെയും എല്ലാ പ്രാധാന്യമുണ്ട്. നമ്മുടെ ബാബു സ്വബർ ആയതുകൊണ്ട് വസ്വബുറു ദിയാഉൻ, സ്വബർ എന്നുള്ളത് ഒരു വെളിച്ചമാണ്. കുറച്ച് ചൂടും പുകയൊക്കെ ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വബർ എന്ന് സഹിക്കാൻ, പക്ഷെ അതൊരു വെളിച്ചമാണ്, നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു വെളിച്ചമായി തീരുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.